ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന പോലെയാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ ഭരിച്ചോണ്ടിരിക്കുന്നത്. രാജാവ് പോയി, പകരം ഒരു 25 രാജാക്കന്മാരുണ്ടായി. ഇത് താനെ തേങ്ങ തലയിലോട്ട് വീഴുന്ന തേങ്ങയ്ക്ക് ഒരു തേങ്ങ ഇടണ്ടേ? പോലീസല്ല വേണ്ടേ, പൗരന്മാരെ സഹായിക്കുന്നവരാണ് ഉണ്ടാകേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ഉണ്ടായിക്കൂടാ, യൂണിയൻ ഗവൺമെന്റ് ആണ് ഉണ്ടാകേണ്ടത്. വിധവാ പെൻഷൻ ഒന്നും ഉണ്ടായിക്കൂടാ. തെരഞ്ഞെടുപ്പില്ലാതിരുന്ന ബ്രിട്ടീഷ് ഭരണത്തിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ കാണുന്ന സ്കൂളൊക്കെ. സ്കൂള് കുട്ടികൾക്കുള്ളതാണെന്ന് ആദ്യം അറിയണം. ഇത് അധ്യാപകർക്ക് ജോലി ചെയ്യുന്ന സ്ഥലമായിട്ടാണ് ഇപ്പോഴും നമ്മളത് കാണും. അല്ല, കുട്ടി 10 വർഷം പഠിച്ചിട്ട് ഒന്നും അറിഞ്ഞുകൂടാന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സകല അധ്യാപകരെ ശിക്ഷിക്കേണ്ടതാണ്. സിനിമ എടുക്കുന്നവരെ കൊണ്ടാണ് സിലബസ് ഉണ്ടാക്കുന്നത്. അസംബന്ധമാണ് സ്കൂളല്ല. അപ്പൊ ഈ അണുകുടുംബങ്ങളിലെ ദുരിതം കൂടി ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ജീവിതം ജീവിച്ച് കാണിക്കുക എന്നുള്ളതായിരുന്നു മൈത്രേന്റെ ലക്ഷ്യം. ഞാനങ്ങനെ ലക്ഷ്യമായിട്ടൊന്നുമല്ല. നമ്മൾ ഇതിങ്ങനെ ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയുന്ന സമയത്ത് ഇത് എപ്പോഴാണ് തിരിച്ചറിയുന്നത് ശരിക്കും? കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുകയും ജീവിക്കാനും തുടങ്ങുമ്പോഴാണ് ഞാൻ ഈ 10 വർഷം സന്യാസമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ വീടുകളിനകത്തുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനാണ് ഈ ശരിക്കും പറഞ്ഞ പള്ളിയിലച്ചന്മാർക്കും സന്യാസിമാരുടെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. അവർ വന്ന് അവരുടെ ഭർത്താവിൻ്റെ പ്രശ്നം ഭാര്യ പറയും, ഭാര്യയുടെ പ്രശ്നം ഭർത്താവ് പറയും, മക്കളുടെ പ്രശ്നം പറയും, മക്കൾ വന്നിട്ട് അമ്മയുടെ അച്ഛൻ്റെയും പ്രശ്നം പറയും. ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ പഴയ കൗൺസിലിംഗ് സെൻ്ററാണ് ഈ സന്യാസി ജീവിതം എന്ന് പറയുന്ന പള്ളിയിലച്ഛൻ്റെ എല്ലാം പണി അത് തന്നെയാണ്. അതിന് വേറൊരു ഭാഷയാണെന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഈ റോളുകളാണ് അതല്ല. അപ്പോൾ അന്നൊക്കെ അതിങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഈ കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾ ആളുകൾ ഒരു തരത്തിലും സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയാത്ത കുടുംബങ്ങളാണെന്ന് ഈ കൃഷി കുടുംബത്തിനകത്ത് നിൽക്കുന്നത്. കാരണം അമ്മയുടെ അച്ഛൻ്റെയും സ്വത്തിൽ ജീവിക്കുന്നവരാണ് അവർ. അല്ലാതെ വേറെ ഒരു മെക്കാനിസവും ഇല്ല. അപ്പോൾ കൃഷിക്കാർ അവർ അമ്മയും അച്ഛനും ചെയ്യുന്നത് ഈ സ്വത്ത് എന്നെ ആരാണോ നോക്കുന്നവർ അവർക്ക് കൊടുക്കും എന്നുള്ള ഒരു ധ്വനിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും അമ്മയുടെ അച്ഛൻ്റെയും കൂടെ കാരണം വേറെ ഓപ്ഷൻസ് ഒന്നും ലൈഫിലില്ല, ഈ കൃഷി തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ കൂട്ടത്തിൽ കൂടുതൽ സ്വത്ത് ആർക്ക് കിട്ടാൻ വേണ്ടി എല്ലാവരും കൂടെ മെനക്കെട്ടൊക്കെ ആ സമയത്ത് കുറച്ച് നോക്കുകയൊക്കെ ചെയ്യും. സ്വത്ത് കൊടുത്തു പോയാൽ പിന്നെ നോക്കത്തില്ല, ഇതെല്ലാവരും അനുഭവിക്കും. അപ്പോൾ പിന്നെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചത്തതിന് ശേഷം എഴുതി വെക്കുന്ന ഒരു ടെക്നിക്ക് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ വീട്ടുകാരൊക്കെ വിൽപ്പത്രം എഴുതി വെക്കുന്നതിനകത്ത് എങ്ങനെ ഇരിക്കും, വില്ല് മാറ്റി എഴുതുകയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഈ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതൊക്കെ അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ പണ്ട് അമ്മയും അച്ഛനെയൊക്കെ എല്ലാവരും അങ്ങ് നോക്കിക്കളഞ്ഞു എന്നൊന്നും വിചാരിക്കരുത്. അതിനൊക്കെ നല്ല പണിയെടുത്തേ പറ്റൂ. അപ്പോൾ ഇതുപോലെയാണ്. അതുപോലെ തന്നെ സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വത്തുള്ളവർ, ഇത് സ്വത്തില്ലാത്തവരുടെ ലോകമേ വേറെയാ. സ്വത്തില്ലാത്തവരുടെ എണ്ണമായിരുന്നു ഏറ്റവും കൂടുതൽ. അവരെ പറ്റി ആരും ചർച്ച ചെയ്യാറില്ല. അതുകൊണ്ടാണ് അതൊക്കെ അറിയാതെ പോകുന്നത്. ഒരു കുടിലിനകത്ത് മാത്രം ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നതൊക്കെ മറന്നു പോരുത്. അപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ വയ്യാത്തത്രയും ദുരിതം പിടിച്ച അവസ്ഥ അവർക്കുണ്ട്. പക്ഷെ അത് അവർ ഈ ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു എന്ന് പഠിപ്പിക്കുന്നവരുടെ കൊണ്ട് മാത്രം സഹിക്കുന്നവരാ. ഈ വിദ്യാഭ്യാസമൊക്കെ വരുമ്പോൾ എന്തുപറ്റുമെന്ന് വെച്ചാൽ വേറെ ഓപ്ഷൻസിനെ പറ്റിയുള്ള അറിവ് നമുക്ക് വരും. നമുക്കുണ്ടാകുന്ന അസ്വാതന്ത്ര്യങ്ങളെ പറ്റി നമ്മൾ തിരിച്ചറിഞ്ഞു പോകും. മറ്റേ തിരിച്ചറിയുന്നില്ല. പണ്ടുള്ളവർ സുഖമായി കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നത് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. ലൈഫിന് വേറെ ഓപ്ഷൻ ഉണ്ട്, വേറെ തരത്തിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ള അറിവില്ലാതിരിക്കുന്നതുകൊണ്ട് അറിവില്ലായ്മയുടെ സ്വാസ്ഥ്യത്തിലായിരുന്നു പണ്ട് കാലത്തെ ഉണ്ടായിരുന്നത്. സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ജീവിക്കാൻ പറ്റാതെ പോകുന്ന ആളുകളുണ്ട്. അത് അവരാണ് കൂടുതലുണ്ട്. അവരാണ് കൂടുതൽ. കൂലിയൊക്കെ അങ്ങ് പെട്ടെന്ന് കൂട്ടുമോ? സാധനത്തിനെല്ലാം വില കൂടത്തില്ലേ? അതിനനുസരിച്ച് കൂലിയൊന്നും കൂടത്തില്ല. സമരം ചെയ്യാതെ ഒരിക്കലും കൂലി കൂടിയിട്ടില്ല. താനേ കൂലി കൂടത്തില്ല. ഇതൊക്കെയാണ് നമ്മൾ ജീവിതത്തിനെ പറ്റി ഇങ്ങനെ അത് വളരെ ഡീപ്പായിട്ട് ആ വിഷയങ്ങൾ അറിഞ്ഞേ പറ്റൂ. നമ്മൾ അടിയാളരായിരുന്നവരെങ്ങനെ, കുടികിടപ്പുകാരെങ്ങനെ, അത് കഴിഞ്ഞിട്ട് ജോലിക്കാരായവർ എങ്ങനെ, വീട്ടു ജോലിക്കാരായിരിക്കുന്നവരും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇതെല്ലാം നമ്മളിങ്ങനെ അങ്ങനെ പഠിച്ചാലേ അത് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളെപ്പോഴും ഇങ്ങനെ മനുഷ്യരെന്ന് പറയുമ്പോൾ മനുഷ്യരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. മൃഗത്തിൽ നിന്ന് വ്യത്യസ്തമായ മനുഷ്യരെന്ന് പറയാനേ ഒക്കൂ. അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തുകാരുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തുകാരുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ 1000 ലക്ഷക്കണക്കിന് തരത്തിലുള്ള മനുഷ്യരാണുള്ളത്. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരുപോലെയല്ല. പക്ഷെ ആളുകൾ അങ്ങനെ അങ്ങ് പറയും, കേരളത്തിന്റെ മനസ്സ് എന്നൊക്കെ പറയും. ഇങ്ങനെ കഴിഞ്ഞാൽ ഇതിലെ ആരാണ്, ഏത് കേരളത്തുകാരൻ്റെ മനസ്സിനെ പറ്റിയാണ് ആ പറയുന്നതെന്നൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. അതൊക്കെ നിങ്ങളിങ്ങനെ പൊതുവെ പറയുന്നു എന്നുള്ളതല്ലാതെ ഒരു വീട്ടിനകത്ത് താമസിക്കുന്ന ഭർത്താവ് അനുഭവിക്കുന്ന, പുരുഷനായിരിക്കുന്ന ഒരുത്തൻ അനുഭവിക്കുന്ന വിഷമമായിരിക്കത്തില്ല ഭാര്യ അനുഭവിക്കുന്നത്. ഒരേ വീട്, അത് വ്യത്യാസമാണ്.
അപ്പം ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം, പ്രായം കൊണ്ടുള്ള വ്യത്യാസം, ഇനി ജാതി സമ്പ്രദായം ഉണ്ടായിരുന്ന സമൂഹമാണ്. അപ്പോൾ ദരിദ്രരായ ആൾക്കാരെന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള യാതൊരു തരത്തിലെയും സ്വത്തോ ഇല്ലാത്തവരായിരുന്നു. അതിൽ തന്നെ ദരിദ്രരായിരിക്കുന്നവരുടെ ഇടയിൽ മേലുകീഴുള്ളവരാണ്. അപ്പോൾ അതൊക്കെ തട്ട് സമൂഹം എന്ന് പറയുന്ന സമൂഹത്തിനകത്തായിരുന്നു നമ്മളുണ്ടായിരുന്നത്. ഇന്ന് നിങ്ങൾക്ക് രാജാവാണോ ഭരിക്കുന്നത്? ഇലക്ഷൻ ഇല്ലേ? 1950 മാത്രമാണ് നമുക്ക് ഇലക്ഷൻ വരുന്നത്. തെരഞ്ഞെടുപ്പുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചെറിയ തെരഞ്ഞെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടുത്തെ തിരുക്കൊച്ചി മന്ത്രിസഭയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ചെറിയ ഇലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ ചെറുതാണ്. നമ്മൾ ഇന്ന് പറയുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നത് നമ്മൾ തെരഞ്ഞെടുത്ത് നമ്മുടെ ജനപ്രതിനിധികൾ, നമ്മളെപ്പോലുള്ള ആൾക്കാരെ വിടുന്ന സ്ഥലമാണ്. അപ്പൊ അതൊക്കെയാണ് ജനാധിപത്യത്തിന്റെ ലക്ഷണങ്ങളാണ്. എന്ന് വിചാരിച്ചാൽ ജനാധിപത്യം വന്നു എന്നുള്ള അർത്ഥമല്ല. അതിന്റെ സ്ട്രക്ചർ നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. എപ്പോഴും തട്ട് സമൂഹം ഉണ്ടാക്കിയതിൻ്റെ അതേ സ്ട്രക്ചർ തന്നെയാണ് നമ്മുടെ ഈ ഭരണ സംവിധാനത്തിന് മുഴുവൻ നിൽക്കുന്നത്. ചീഫ് സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, ഇങ്ങനെയാണല്ലോ നിൽക്കുന്നത്. മുതലാളിത്തം അല്ല, ഉണ്ടെന്നാണ്. മുതലാളിത്തം എന്നല്ല, ഈ ശ്രേണിയെ ഹെറാർക്കിക്കൽ എന്നാ പറയേണ്ടത്. ഹെറാർക്കിക്കലായ സമൂഹമാണ്. ആ സമൂഹത്തിന്റെ ഘടനയാണ് ഇപ്പോഴും ഉള്ളത്. അത് നമുക്ക് ഇതുവരെ അഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ തിരിച്ചറിവ് ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇപ്പൊ ഒരു ജനാധിപത്യം എന്ന് നമ്മൾ പറയുന്നത് ഇത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യവും അല്ലെന്നുണ്ടെങ്കിൽ കേരളം പോലൊരു ഒരു സംസ്ഥാനം ആയാലും അവിടേക്ക് വന്നിട്ടൊരു 75 വർഷമായിട്ടുള്ളതെന്ന് അറിയണം. 5000, 6000, 7000 വർഷം നിന്നതാണ് രാജഭരണം. അതിന്റെ സ്ട്രക്ചറാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിനകത്തേക്കാണ് നമ്മൾ ഈ ആളുകളെ തെരഞ്ഞെടുത്ത് വിടുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് ഇതുവരെയും ശരിക്കും പറഞ്ഞാൽ ആധിപത്യം എന്നുള്ള വാക്ക് തന്നെ നല്ലതല്ല, ജനകീയമായിട്ടുള്ള ഒരു സംവിധാനം രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്ക് ഇനി ചെയ്തെടുക്കേണ്ടതാ. അല്ലാതെ നമ്മൾ പക്ഷെ അതേ സമയത്ത് തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ തെരഞ്ഞെടുക്കാനുള്ള അറിവുള്ള പൗരരായിട്ടില്ല. അത് ഇതുവരെ നമുക്ക് തുടങ്ങാൻ പറ്റിയിട്ടില്ല. നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ജോലിക്കാരെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റും പരീക്ഷയൊക്കെ നിൽക്കുന്നത്. പഠിക്കാൻ പോകുന്നവർക്കെല്ലാം അത് പഠിച്ചേ പറ്റൂ. അവരെ പഠിച്ചിരിക്കണം. അല്ലാതെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരും പരീക്ഷയ്ക്ക് പാസ്സാവുന്നവർക്ക് മാത്രമേ വേണ്ട. അപ്പൊ തോറ്റുപോയവര് എന്ത് ചെയ്യണം? അവരെന്ത് ചെയ്യണമെന്ന് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അങ്ങനെ ആലോചിക്കുന്നില്ല. അപ്പൊ ആളുകൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം ആരംഭിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെ അതിലൊരു മാറ്റം വരണം എന്നാണ് വിചാരിക്കുന്നത്? അത് വിദ്യാഭ്യാസം പറ്റുന്ന കാര്യമല്ല, എളുപ്പത്തിൽ പറ്റാത്ത കാര്യമൊന്നുമല്ല. എളുപ്പത്തിൽ പറ്റാത്തതാണെന്നുള്ള അർത്ഥവും ഇല്ല. അങ്ങനെ എളുപ്പത്തിൽ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നാളെ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. പക്ഷെ 70 വർഷമൊന്നും വേണ്ട. സ്ട്രക്ചറൊക്കെ മാറ്റണം. പഞ്ചായത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ശ്രമിച്ചിട്ടുണ്ട്, തുടങ്ങിയതേ ഉള്ളൂ. അതിനകത്തേക്ക് ഭരണക്രമം മാറ്റിയിട്ടില്ല. ഭരണമല്ല വേണ്ടത്, സേവനമാണ് വേണ്ടത്. ജനാധിപത്യത്തിനകത്ത് സേവനമേ ഉള്ളൂ, ഭരണം ഇല്ലെന്ന് അറിയേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകളെ ഭരിക്കാനല്ല വിടുന്നതെന്ന് അറിയണം. ക്രമീകരണമാണ്. ഇപ്പൊ നമ്മൾ 3 പേരുണ്ട്. 3 പേരും കൊടുക്കുന്ന ടാക്സ് എന്ത് ചെയ്യണം എന്നാലോചിക്കാനാണ് ഇവരെ വിടുന്നത്. അത് നമുക്ക് അനുഗുണമായി ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. പണ്ടങ്ങനല്ല. ഈ ടാക്സിനകത്തെ 60-70% രാജാവ് അങ്ങ് ഉപയോഗിക്കും. എന്നിട്ട് ബാക്കി 40% ആൾക്കാർ ജീവിച്ചിരിക്കാൻ വേണ്ടി തരുന്ന സാധനം മാത്രമാണ്. നാളെ ജോലി ചെയ്യാൻ വരുന്നതിന് വേണ്ടി മാത്രം നിന്നിട്ട് ജീവിച്ചാൽ മതി. അല്ലാതെ ജീവിത സൗകര്യങ്ങളില്ല. ഒരാൾ കൊട്ടാരത്തിൽ കഴിയുമ്പോൾ ബാക്കിയുള്ളവർ മുഴുവൻ കുടിലായിരുന്നു കഴിഞ്ഞിരുന്നതെന്ന് അറിയണം. ഇപ്പൊ ജനാധിപത്യം വരുമ്പോൾ എന്ത് പറഞ്ഞാൽ എല്ലാവരും നല്ല വീടുള്ളവരായിട്ട് മാറിയില്ലേ? അപ്പൊ ആ വ്യത്യാസങ്ങളാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഈ നിലവാരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നതിന് ക്രമീകരണം എന്നാണ് നമ്മൾ അത് പറയേണ്ടത്. അത് ചെയ്യാനല്ലാതെ ഭരിക്കാനല്ല. പക്ഷെ ഇപ്പോഴും നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് മുകളിലിരുന്ന ഒരാള് നമ്മളെ നിയന്ത്രിച്ച് കൈകാര്യം ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനം. നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ല. അത് അഴിച്ചു പണിഞ്ഞേ പറ്റും. ആ അഴിച്ചു പണിയുന്നതിന്റെ രീതികൾ ചെയ്യുന്നത് ഈ കയറിയ ആൾക്കാർക്ക് ഇത് ഗുണമാണെന്ന് മനസ്സിലായി, അവർക്ക് അധികാരത്തിലിരിക്കാൻ ഇത് സഹായിക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് അവന്മാർ അനങ്ങാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം അതുകൊണ്ടാണ് അത് നടക്കാതിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് മാറ്റേണ്ടതുണ്ട്. ആ ക്രമങ്ങൾ മാറ്റേണ്ടതുണ്ട്. ഇപ്പോഴും നമുക്ക് പോലീസാണുള്ളത്. പോലീസല്ല നമുക്ക് വേണ്ടത്. പോലീസ് എന്ന് പറഞ്ഞാൽ മുകളിലിരുന്ന ആളുകൾ താഴെയുള്ളവരെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള എന്നാൽ രാജാവിന്റെ കിങ്കരന്മാരാ പോലീസ്. അതുകൊണ്ടാണ് അടിക്കാനും വെടിവെക്കാനും ഒക്കെ പോലീസിനെ ട്രെയിനിങ് കൊടുക്കുന്നത്. വിശ്വസിക്കരുതെന്നാണ് പഠിപ്പിക്കുന്നത്.
നമ്മുടെ തെരഞ്ഞെടുപ്പ് നമ്മൾക്ക് വേണ്ടിയാണ് അവര്. ഇപ്പോഴും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിയാ. ജനങ്ങളുടെ ഭരണം ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാണ് നമ്മുടെ പോലീസിനെ പേടിക്കുന്നത്? അപ്പൊ പോലീസിനെ പേടിക്കണം, പോലീസാണെങ്കിൽ പേടിക്കണം. കാരണം പോലീസ് അല്ല വേണ്ടേ, പൗരന്മാരെ സഹായിക്കുന്നവരാണ് ഉണ്ടാകേണ്ടത്. പൗരസഹായി എന്ന് പേരിട്ട് സ്ഥാപനം മാറ്റേണ്ടതുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കസേരയല്ല, നമ്മൾ വരുമ്പോൾ എണ്ണീറ്റ് നിൽക്കേണ്ട ആൾക്കാരാണ് ഉണ്ടാകേണ്ടത്. അവിടെ എന്താണ് വന്നത്, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് നമ്മളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഇടപാടായിട്ട് അത് മാറേണ്ടതുണ്ട്. ഇതൊന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. സംഭവിക്കുമെന്ന് തന്നെ സംഭവിക്കുകയല്ല, നമ്മൾ സംഭവിക്കേണ്ടതാണ്. താനെ സംഭവിക്കുന്നതല്ല ഇത്. താനെ തേങ്ങ തലയിലോട്ട് വീഴുന്ന തേങ്ങയ്ക്ക് ഒരു തേങ്ങ ഇടണ്ടേ? സംഭവിക്കുക എന്ന് പറയുന്നത് ആരാണ് സംഭവിക്കുക? രാജാവിനെ മാറ്റിയത് എങ്ങനെയാണ്? നമ്മൾ മാറ്റിയതല്ലേ. അത് അയാൾ തന്നെ കൊള്ളാം, ഇനി നിന്ന് തൊട്ട് നിങ്ങളെല്ലാവരും കൂടെ ഭരിച്ചു എന്ന് പറഞ്ഞിട്ട് പോയതാണോ? മാറ്റിയതാണ്. പക്ഷെ മാറ്റിയതിന്റെ ബാക്കി പണികൾ നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അത് ഇതിപ്പം ഞാൻ ഈ പറയുന്നത് പോലെ ആ വിഷയം എനിക്കും ഒരു 20 കൊല്ലം മുമ്പ് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞോളൂ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പറഞ്ഞാൽ അഴിമതി ഇല്ലാത്ത ആരെങ്കിലും എലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ഭരണം വരുമെന്ന്. അങ്ങനെ പറ്റത്തില്ല. അക്കൗണ്ടബിലിറ്റി ഇല്ല. സമരം വേണം. വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് പഴയൊരു സങ്കല്പമാണ്. റെവല്യൂഷണറി ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് തോക്കും എടുത്ത് വെടിവെച്ച് ചെയ്യുന്ന രീതി അങ്ങനൊന്നും വേണമെന്നില്ല. ഇപ്പൊ ഈ വിഷയം അറിയേണ്ടതുണ്ട്. ഇപ്പം കാളവണ്ടി മാറ്റി കാറുണ്ടാക്കുന്ന വിപ്ലവകരമായ മാറ്റമല്ലേ? അതിന് ആരെങ്കിലും വെടിവെച്ചൊക്കെ സകല കാളവണ്ടിക്കാരനെ കൊല്ലേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒന്നുമില്ല. നല്ല കാറ് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറിയാം ഇത് കൊള്ളാവുന്ന സംഭവമാണ് എന്ന് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് റോഡ് ഉണ്ടാവും. ആ റോഡ് ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് പെട്രോൾ ബങ്ക് ഉണ്ടാവും. അങ്ങനെ പെട്രോൾ ബങ്ക് അവസാനം വരെ ഉണ്ടെങ്കിൽ മാത്രമേ കാർ ഓടിക്കാനൊക്കത്തുള്ളൂ. അപ്പൊ അതെല്ലാം അതിന്റെ ഓട്ടോമാറ്റിക്കായിട്ട് അതിനോട് ഒപ്പം വരുന്നതാണ്. ഇതുപോലെ ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ജനാധിപത്യത്തിന് നമ്മൾ തെരഞ്ഞെടുപ്പ് വരെ വന്നിട്ടുണ്ട്. അതിന് സ്ട്രക്ചറലായിട്ട് അതിന് ഘടനാപരമായ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് റൂമിനെ പറ്റി പറഞ്ഞത്. ഇപ്പൊ ക്ലാസ്സിനകത്ത് ഇപ്പോഴും അധ്യാപകർ വരുമ്പോൾ എണീറ്റ് നിൽക്കാനായിട്ട് പഠിപ്പിക്കുന്ന, അങ്ങനെ ഈ ഹെയറാർക്കി പഠിപ്പിക്കുന്ന സ്ഥലമാണ് ഇപ്പോഴും അത്. പിന്നെ കുറച്ച് പേർക്ക് അവർക്ക് ആവശ്യമുള്ളവരെ തിരഞ്ഞെടുക്കാനായിട്ടാണ്. അതുകൊണ്ടാണ് പരീക്ഷ ഇടുന്നത്. അല്ലെ പഠിക്കാൻ പോയവരെല്ലാം പഠിക്കണ്ടേ? അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്നതിന് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കേണ്ടതുണ്ട്. അത് ചെയ്തിട്ടില്ല. കുറച്ച് ആൾക്കാർ, ഈ ഫാക്ടറിക്ക് ആവശ്യമായ കുറച്ച് ആൾക്കാരെ വേണം. അതിനു വേണ്ടിയാണ് ഈ ക്ലാസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത്. ബാക്കിയുള്ളവരെ കളയാം, കാരണം അവരെ പറ്റി ആലോചിക്കണ്ട. പക്ഷെ ജനകീയമായിട്ടുള്ള ഭരണ സംവിധാനത്തിനകത്ത് ആളുകളെ കളയാനൊക്കത്തില്ല. അവസാനത്തെ ആളും പ്രധാനമാണെന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിന്റെ സ്ഥലം. അതുകൊണ്ടാണ് എല്ലാവരുടെയും നന്മയും എല്ലാവരുടെയും ഉന്നമനത്തിനും വേണ്ടിയാണ് നമ്മൾ സർക്കാർ നിൽക്കേണ്ടത്. മറ്റേത് രാജാവിന്റെ ഭരണത്തിനകത്ത് അങ്ങനല്ല. ധനം കൊടുക്കുന്നവരും കൂടുതൽ കാശ് കൊടുക്കുന്നവരും അവിടെ ടാക്സ് അടയ്ക്കുന്നവർക്ക് മാത്രമുള്ള ഭരണമായിരുന്നു നടന്നിരുന്നത്. അത് മാറ്റി നമ്മൾ. പക്ഷെ ഈ സ്ട്രക്ചർ മാറ്റാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്, അതിൻ്റെ മുകളിലുള്ള റിസർച്ച് ഇതുവരെ ശരിയായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ജനാധിപത്യം ഈ കൃഷി സമൂഹത്തിൽ നിന്ന് മാറി വ്യവസായ സമൂഹത്തിലാകുന്നു എന്ന് പറയുന്ന പോലെ അവിടുന്ന് ആ കാല് ഇങ്ങപ്പുറത്തോട്ടും വെച്ച് 2 വള്ളത്തിലും ചവിട്ടി നിൽക്കുന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത്. രാജാവ് പോയി പകരം ഒരു 25 രാജാക്കന്മാരുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള നമ്മുടെ പ്രശ്നം. ഇതാ സംഭവിച്ചു പോയത്. അത് ഈ സ്ട്രക്ചർ മാറാത്തതുകൊണ്ടാണ്. ആളുകൾ ഭരിക്കാനാ പോകുന്നതെന്നാണ് അവരും വിചാരിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെ വിചാരിക്കുന്നത്. നമ്മൾ ഇന്നലെ വീട്ടിൽ വന്ന് വോട്ട് ചോദിച്ചവനെ ഇന്ന് ജയിച്ചു കഴിഞ്ഞാൽ അവൻ വരുമ്പോൾ എണീറ്റ് നിൽക്കാൻ ബാധ്യത വരുന്നെടുത്താ. ഇതാണ് പ്രശ്നം. അപ്പൊ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സ്ട്രക്ചർ മാറേണ്ടതുണ്ട്. അവർ നമുക്ക് സേവനത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞു വിട്ടവരാ. അവർ ഭരിക്കാനല്ല, നമ്മുടെ സേവനം തരാനാണ്. അപ്പൊ സേവനവും ക്രമീകരണവുമാണ് ജനാധിപത്യത്തിന്റെ കേന്ദ്രമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്ട്രക്ചർ മാറ്റേണ്ടതുണ്ട്. ആ സ്ട്രക്ചർ മാറ്റണമെന്ന് ഞാൻ പറയുമ്പോൾ ഇത് ആർക്കും അറിഞ്ഞുകൂടാ, അങ്ങനൊന്നും അല്ല. നമുക്ക് ആലോചിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പം നിങ്ങൾ എനിക്കൊരു സേവനം തന്നാൽ നിങ്ങളെ ഞാൻ റേറ്റ് ചെയ്യാൻ തുടങ്ങിയ ആ റേറ്റിംഗ് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഊബറിനകത്ത് നിങ്ങൾ കയറുമ്പം അതിനകത്ത് റേറ്റ് ചെയ്യാൻ അവർ ആവശ്യപ്പെടത്തില്ലേ? അതിനകത്ത് ഈ യാത്ര ചെയ്യുന്ന ആളിനെ ആ ഡ്രൈവർക്ക് റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഊബറിനകത്ത് കയറി എല്ലാത്തിനകത്തും ഏറ്റവും കുറച്ച് റേറ്റിംഗ് കൊടുക്കുകയും കംപ്ലൈന്റ് എഴുതുകയും ചെയ്തെന്ന് വെച്ചോ, ശല്യക്കാരനായ യാത്രക്കാരനായിട്ട് നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യും. നിങ്ങളുടെ പരാതി എടുക്കത്തില്ല അവര്. ആൾക്കാർക്ക് അത് അറിഞ്ഞുകൂടാ, അവരെ റേറ്റ് ചെയ്യാൻ ഒക്കെ വരുന്നത്. ഈ ഡ്രൈവർക്ക് അത് റേറ്റ് ചെയ്യാൻ പറ്റും നമ്മളെ.
അപ്പം നമ്മൾ അവർക്ക് റേറ്റിംഗ് കൊടുക്കുന്ന പോലെ അവർ നമ്മളെ റേറ്റ് ചെയ്യും. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഇത്. ഇതുവരെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കുന്നിടത്ത് നമ്മൾ ഇപ്പോഴും ഉള്ളത്. കാര്യം സാധിക്കാനാണ് നമ്മൾ ചെല്ലുന്നത്. നമുക്ക് സേവനം ചെയ്തു തരേണ്ടവരാണ് അവർ. അത് ഇതുവരെ അവരറിഞ്ഞിട്ടില്ല. ഈ ഏരിയകളൊക്കെയാണ് നമുക്ക് പണിയെടുക്കേണ്ട സ്ഥലങ്ങൾ. പിന്നെ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ ലോകത്ത് തന്നെ വന്നിട്ട് 200 വർഷമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അതിങ്ങനെ എന്താണ് അതിൻ്റെ ഏറ്റവും നല്ല ഫോംസ് എന്താണ്. അപ്പോൾ ഓരോ വർഷവും നമ്മൾ പുതിയ സാങ്കേതിക വിദ്യ വികസിക്കുന്നതനുസരിച്ചിട്ട് നമുക്കത് വിപുലപ്പെടുത്താനും കുറേ കൂടെ നന്നാക്കാനും. ഇപ്പോൾ ട്രാൻസ്പെറൻസിയെ പറ്റി നമ്മൾ പറയുന്നുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ, ഇതെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ സ്ട്രക്ചറലായിട്ട് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും നമ്മൾ ഈ സെക്രട്ടേറിയറ്റിൽ ചീഫ് സെക്രട്ടറി തൊട്ട് താഴോട്ട് ഇങ്ങനെ മേലുകീഴിരിക്കുന്ന, വില്ലേജ് ഓഫീസ് തൊട്ട് കളക്ടർ വരെ ഇരിക്കുന്ന ഇത്തരത്തിൽ മേലുകീഴിരിക്കുന്ന സംവിധാനങ്ങളാണ്. ഗവർണറൊന്നും ഒരിക്കലും ആവശ്യമുള്ളതേ അല്ല. ഗവർണറൊക്കെ എന്നേ എടുത്തു കളയേണ്ടതാണ്. കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ഉണ്ടായിക്കൂടാ. യൂണിയൻ ഗവൺമെന്റ് ആണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ നമ്മുടെ മുകളിൽ ഭരിക്കുന്നവരല്ല അവര്. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന പോലെയാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ ഭരിച്ചോണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ ആര് കയറിയാലും ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന അനുഭവം നമുക്കുള്ളത്. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഘടന, സ്ട്രക്ചർ മാറ്റേണ്ടത്. ഇപ്പൊ അണുകുടുംബം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് സ്ട്രക്ചറലായിട്ടുള്ള മാറ്റമാണ്. അതിന് പുതിയ രീതിയിലുള്ള, ഇപ്പൊ പണ്ടാണെന്നുണ്ടെങ്കിൽ എന്താണ് വിഭാര്യൻ എന്നുള്ള വാക്കൊക്കെ നമ്മൾ എഴുതി വെച്ചാൽ മാത്രം അറിയുന്നുള്ള, അല്ലാതെ ആരെങ്കിലും വിഭാര്യനായിട്ട് ജീവിക്കുന്നില്ല. വിധവയുണ്ടായിരുന്നു, നമ്മൾക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. വിധവകളെ കൊണ്ടുപോയി നടതള്ളത്തില്ലായിരുന്നോ മധുരയിലൊക്കെ? ഭർത്താവ് മരിച്ചവർ മുഴുവനും എന്നാൽ 20 വയസ്സാകുന്നതിന് മുമ്പ് ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും അവരിങ്ങനെ വിധവയായിട്ട് കഴിയേണ്ടി വരുന്നു. ഇങ്ങനെ ഇപ്പം നമുക്ക് വിവാഹമോചനം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല. വിവാഹം കഴിച്ച പെർമനന്റ് ആണ്, മരിച്ചു മാറുന്നതല്ലാതെ ഇല്ല. അപ്പോൾ വിവാഹമോചിതരായവർ വീണ്ടും വിവാഹം കഴിക്കുന്നവരായിട്ട് മാറുന്ന പുത്തൻ സംവിധാനങ്ങൾ ലോകത്തുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ നേരത്തെ അണുകുടുംബത്തിന് ശേഷം ബ്ലെൻഡഡ് ഫാമിലി എന്നാ പറയുന്നതിന്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുള്ള ഒരു സ്ത്രീയും ഒരു കുട്ടികളുള്ള പുരുഷനും കൂടെ ചേർന്ന് രണ്ടാമത് വിവാഹം കഴിക്കുക. അങ്ങനെ അപ്പൊ 2 കുടുംബങ്ങൾ ചേരും. ബ്ലെൻഡ്, അതിന് ശരിക്കും പറഞ്ഞാൽ അതിനുള്ള മലയാള വാക്കൊന്നും നമുക്ക് ഇതുവരെ അണുകുടുംബം എന്ന് പറയുന്നത് വരെ നമ്മളൊരു വാക്ക് കണ്ടുപിടിക്കും. ബ്ലെൻഡഡ് ഫാമിലി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം കുടുംബങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലും ഉണ്ട്. പക്ഷെ അതൊരു പുതിയ സംവിധാനമാണെന്നൊന്നും അറിഞ്ഞുകൂടാ. കാരണം ഈ വിധവകളുടെ യുക്തിക്കകത്ത ഇപ്പോഴും നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിധവാ പെൻഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ. അതാ വിധവാ പെൻഷൻ ഒന്നും ആവശ്യമില്ലാതെ സ്ത്രീകൾക്ക് പ്രായമായവർക്ക് കൊടുക്കണം. അല്ല വിധവാ പെൻഷൻ ഒന്നും ഉണ്ടായിക്കോളെ. അങ്ങനെ ഒരു തസ്തിക ഇല്ല ജനാധിപത്യത്തിനകത്ത്. അത് നമ്മളാണ് അറിയേണ്ടത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തിഗതമായിട്ട് പ്രായത്തിന് നമ്മൾ പ്രായം കൊണ്ട് നമ്മൾ കഴിവില്ലാത്തവരായിട്ട് മാറും. പക്ഷെ നമ്മൾ ഓൾറെഡി ഇത് സമൂഹത്തിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് പെൻഷൻ കിട്ടും, കൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ ശാരീരികമായിട്ട് ക്ഷമത കുറവുള്ള ആൾക്കാരായിരിക്കുന്നവർ അവർക്ക് സംവരണങ്ങൾ കൊടുക്കാവുന്ന, ഇതൊക്കെ നമുക്ക് പെൻഷനൊക്കെ കൊടുക്കേണ്ടതാണ്. അതെല്ലാം ചെയ്യാവുന്നതാണ്. പക്ഷെ വിധവാ പെൻഷൻ ആവശ്യമില്ല. അതൊരു പഴയ സങ്കല്പത്തിൽ നിൽക്കുന്നതാണ്. ഒരു വ്യക്തിയായിട്ട് മാറി സമൂഹത്തിനകത്ത് വോട്ട് ചെയ്യുന്ന വ്യക്തിയായി മാറി എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടക്കുന്ന ഒരു സംഭവമാണ് അത് ഈ വിധവ എന്ന് പറയുന്നതൊക്കെ. അതൊന്നും ഇനി ഒരിക്കലും ഉണ്ടായിക്കൂടാ. വ്യക്തികളാണ് ഉള്ളത്. നമ്മൾ വിഭാര്യനും വിധവയുമായിട്ടൊന്നും ആൾക്കാർ ജീവിക്കുന്നില്ല. വീണ്ടും വിവാഹിതരാകുന്നുണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ. ഒറ്റയ്ക്ക് ജീവിക്കാൻ അതിനുള്ള സൗകര്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. പണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഈ എന്താണ് ഘടനാപരമായി സ്ട്രക്ചറലായിട്ടുള്ള പുതിയ സംവിധാനങ്ങൾ നമ്മൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. അത് ആരെങ്കിലും ഇത് നമുക്ക് ഫാക്ടറി കൊണ്ട് ആണ് നമ്മൾ അണുകുടുംബം ഉണ്ടായെന്ന് പറയുന്നത് പോലെ ജനാധിപത്യത്തിൻ്റെതായ വികാസം കൊണ്ട് പുത്തൻ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ പെൻഷൻ വന്നത്. സാർവമായിട്ടുള്ള പെൻഷൻ വന്നില്ലേ, പ്രായമായവർക്കെല്ലാം പെൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അവസാനത്തെ ആളിനെയും പരിഗണിക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. അവർ പ്രധാനപ്പെട്ടവരാണെന്ന്, ഒരാളും രണ്ടാമതല്ല എന്നുള്ളത് കൊണ്ടാണ് അതൊക്കെ അങ്ങനെ വന്നത്. അതുകൊണ്ടാണ് തൊഴിലില്ലായ്മ വേതനമൊക്കെ കൊടുക്കുന്നിടത്ത് വരുന്നത്.
ഇതൊക്കെ നമ്മൾ വ്യക്തിപ്രധാനമായിട്ട് ഒരാളെ വ്യക്തിയായിട്ട് പൗരനായിട്ട് കാണാൻ തുടങ്ങുമ്പോൾ തൊട്ടാണ് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എല്ലാം മാറേണ്ടതുണ്ട്. അത് മാറാതിരിക്കുന്നത് കൊണ്ടാണ് ഈ പഴയ സ്ട്രക്ചറും ഈ പുതിയത്. ഇപ്പോഴും നമുക്ക് പഞ്ചായത്ത് ഒരിടത്ത് നിൽക്കുന്നിടത്ത് പഴയ വില്ലേജ് ഓഫീസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എന്തിനാണ് വില്ലേജ് ഓഫീസ് എന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞൂടാ. പഞ്ചായത്ത് പിന്നെ എന്തുവാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതുകൊണ്ടാണ് അത് പഞ്ചായത്ത് ഉണ്ടാകുമ്പോൾ തെരഞ്ഞെടുപ്പ് ഉള്ള ഒരു ഇടമാണ്. വില്ലേജ് ഓഫീസിനകത്ത് തെരഞ്ഞെടുപ്പില്ല. തഹസീൽദാരുടെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തെരഞ്ഞെടുക്കാവുന്നതാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ മതി. എന്നുവെച്ചാൽ നിങ്ങൾ അതിനകത്ത് എക്സ്പെർട്ട് ആയിരിക്കണം ആ നിൽക്കുന്ന ആള്. അത്ര മാത്രമേ അതിനകത്ത് ചെയ്യണ്ടോ. പക്ഷെ അവർ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ അവർ റേറ്റ് ചെയ്യപ്പെടേണ്ടത്. ഇപ്പം നമ്മുടെ ജനപ്രതിനിധികൾ തിരഞ്ഞ് 5 വർഷം കഴിയുമ്പോൾ അവർ തിരിച്ചു വരേണ്ടതുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവർ വന്ന് വീണ്ടും നമ്മൾ എടുത്തിക്കുന്നില്ല അക്കൗണ്ട്. അപ്പൊ ഇവർ ചെയ്ത പ്രവൃത്തിക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഈ തെരഞ്ഞെടുക്കുന്നവർ അവരെ ട്രാൻസ്ഫർ ഒന്നും ഒരിക്കലും ഉണ്ടായിക്കൂടാത്ത. ട്രാൻസ്ഫർ ഒക്കെ ബ്രിട്ടീഷുകാരെ കണ്ടുപിടിച്ചതാ. ഉദ്യോഗസ്ഥരായിരിക്കുന്നവർക്ക് ജനങ്ങളുമായിട്ട് സമ്പർക്കം ഉണ്ടാകാതിരിക്കാനാണ് ട്രാൻസ്ഫർ ഉണ്ടാക്കിയത്. ട്രാൻസ്ഫർ ഒക്കെ നിർത്തലാക്കേണ്ടതല്ല. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇതുകൊണ്ടാണ് നമുക്ക് ജനാധിപത്യം അനുഭവിക്കാൻ കഴിയാത്തത്. ഈ ട്രാൻസ്ഫർ നിർത്തലാക്കുക എന്ന് പറയുന്നത് കൊണ്ട് എന്ത് ഗുണം ഉണ്ടാകുന്നതാണ്? നിങ്ങൾ ഒരു പ്രദേശത്ത് നിങ്ങൾ ബാങ്ക് ഓഫീസറായിരുന്നു. അവിടുത്തെ നാട്ടുകാരെ നിങ്ങൾ അറിയേണ്ടതുണ്ട്. അല്ലാതെ അയാളെ 3 കൊല്ലം കഴിഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ അയാൾക്ക് ഒന്നേന്ന് വീണ്ടും പറയുന്നത് കളക്ടറെ മാറ്റും. ഇതൊന്നും ചെയ്തുകൂടാത്ത. കളക്ടർ വേണ്ട, പക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റ് വേണം. പഞ്ചായത്ത് പ്രസിഡന്റിന് അയാൾക്ക് നാട്ടിലുള്ള ജനങ്ങളുമായി ബന്ധം വേണ്ടേ? പണ്ട് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയതാണ് ആ സിസ്റ്റം. അപ്പൊ അവർക്ക് രാഷ്ട്രീയമുള്ളവരുണ്ടാകരുത്. അതുകൊണ്ടാണ് സ്കൂളിനകത്ത് രാഷ്ട്രീയം ഇല്ലാത്തത്. കോളേജിൽ രാഷ്ട്രീയം പാടില്ലെന്ന് പഠിപ്പിക്കുന്നത് അവർ പഠിപ്പിച്ചതാ. അത് നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 18ാമത് വയസ്സിൽ വോട്ട് കൊടുക്കണ്ടേ? 18ാമത് വോട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾ എവിടുന്ന് പഠിക്കും? തെരഞ്ഞെടുപ്പില്ലാതിരുന്ന ബ്രിട്ടീഷ് ഭരണത്തിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ കാണുന്ന സ്കൂളൊക്കെ. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയം പാടില്ല. ഈ സ്കൂളുകളിൽ എന്തൊക്കെ മാറ്റം വരണം? അതൊക്കെ ഇപ്പൊ നിങ്ങൾ ഈ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാനിരുന്ന് പറയേണ്ട വിഷയങ്ങളാണത്. ചെറുതായി പറഞ്ഞാല് നമുക്ക് ഈ ഒരു സ്കൂള് കുട്ടികൾക്കുള്ളതാണെന്ന് ആദ്യം അറിയണം. ഇത് അധ്യാപകർക്ക് ജോലി ചെയ്യുന്ന സ്ഥലമായിട്ടാണ് ഇപ്പോഴും നമ്മളത് കാണുന്നത്. ഹോസ്പിറ്റൽ ഡോക്ടർമാരുടെ പണി സ്ഥലമായിട്ടാണ് കാണുന്നത്. രോഗിയുടെ സ്ഥലമാണെന്ന് അറിയേണ്ടതുണ്ട്. അപ്പൊ ഒരു കുട്ടി അവിടെ എത്തുമ്പോൾ ആ കുട്ടിയിൽ എന്തെല്ലാം സാധ്യതകൾ ഉണ്ടെന്നുള്ളത് അതിനെ അനാവരണം ചെയ്യുന്നതിനുള്ള സഹായിയായിരിക്കുന്ന ഇടമാണ് സ്കൂൾ. അല്ല കുട്ടി 10 വർഷം പഠിച്ചിട്ട് ഒന്നും അറിഞ്ഞുകൂടാന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സകല അധ്യാപകരെ ശിക്ഷിക്കേണ്ടതാണ്. എന്നാൽ അവരുടെ പണി അവർ പരാജയപ്പെടില്ല. അല്ല കുട്ടി പരീക്ഷയ്ക്ക് തോറ്റെന്നല്ല പറയുന്നത്. പരീക്ഷ വേണ്ട. പരീക്ഷയൊക്കെ നമ്മൾ പരിശോധിച്ചിട്ട് വേണ്ടാന്ന് കൊള്ളാവുന്നവരെ എടുത്താൽ മതി, ബാക്കിയുള്ളവരെ പുറത്തള്ളാമെന്ന് വിചാരിക്കുന്ന യുക്തി കൊണ്ടാണ് അതൊക്കെ ഉണ്ടായത്. അങ്ങനെയല്ല. ഫാക്ടറിക്കകത്ത് ജോലി ചെയ്യാൻ കുറച്ച് പേരെ വേണം. അപ്പൊ 100 പേരെ പഠിപ്പിച്ചതിനകത്ത് 50 പേരെ മതി, ബാക്കി 50 പേരെ അവർക്ക് കളയാം. അത് അങ്ങനെ കളയാനായിട്ട് ആലോചിക്കുന്ന യുക്തിക്കകത്തല്ല ജനാധിപത്യം നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ പരീക്ഷ വേണ്ടെന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം? അവരെ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തെങ്ങ കയറാൻ നിങ്ങൾ പഠിക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നാൽ മതി. കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. കള്ള സർട്ടിഫിക്കറ്റ് തന്നാൽ നിങ്ങൾ തെങ്ങ എന്ന് വേണ്ടി ചത്തുപോകത്തില്ലേ? ഇത് ഒരു പണിയും അറിഞ്ഞുകൂടാതെ അവിടെ കയറി. നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടുന്നതുകൊണ്ടാണ് ആ പണി ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ് ആവശ്യമേ ഇല്ല. ഇതൊക്കെ ഈ തെരഞ്ഞെടുക്കാനായിട്ട് കുറച്ച് ആൾക്കാരെ മതിയെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അതൊക്കെ. അങ്ങനത്തെ സംവിധാനങ്ങൾ വീണ്ടും അതുപോലെ തുടരുകയാണ്. ഇപ്പൊ ഈ ഗ്രേഡിംഗ് സിസ്റ്റം വന്നില്ലേ, ഇത് നമ്മളുണ്ടാക്കിയതാ. ഞാൻ നടത്തിയിരുന്ന ഓർഗനൈസേഷൻ ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിച്ചതാണ്. പണ്ട് റാങ്കിങ് ആയിരുന്നു. ആൾക്കാർക്ക് ഗ്രേഡ് കൊടുത്താൽ മതി എന്ന് പറയുന്നത് ഈ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച ഒരു സാധനമാണത്. അതിപ്പോ അതിൻ്റെതായ പുതിയ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അത് വേറെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് വിദ്യാഭ്യാസത്തിനകത്ത് നമുക്ക് ഇടപെടേണ്ടതുണ്ട്. അത് ഇപ്പൊ ഈ അമ്പലവും പള്ളിയും പോലെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പണ്ട് ഈ ഫാക്ടറിക്ക് വേണ്ടി ഉണ്ടായ സ്കൂളും കോളേജുമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കമ്പ്യൂട്ടർ വെച്ച കാരണം കൊണ്ടൊന്നും ആധുനിക വിദ്യാഭ്യാസം ആകത്തില്ല. ഇപ്പൊ ഈ ഇടതുപക്ഷം ഇവിടുത്തെ സ്കൂൾ മുഴുവൻ നവീകരിക്കുന്നതുണ്ട്. ഇതൊന്നും വിദ്യാഭ്യാസം മാറ്റത്തില്ല. നമ്മൾ കൊറോണ വന്ന സമയത്ത് അധ്യാപകരുടെ മുന്നിൽ ക്യാമറയും ഇതും വെച്ചാൽ ഓൺലൈൻ വിദ്യാഭ്യാസമാണെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. അധ്യാപകർ കേന്ദ്രമായിട്ടിരിക്കുന്നതാണ് സ്കൂളല്ല. അങ്ങനല്ല. കുട്ടികൾക്ക് പ്രാധാന്യം വരണം.
അതില്ല. ഓൺലൈൻ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണമായിരുന്നു? സിനിമ എടുക്കുന്നവരെ കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്, സിലബസ് ഉണ്ടാക്കുന്നത് ഓൺലൈൻ വിദ്യാഭ്യാസത്തിനകത്ത്. അല്ലാതെ ഈ കവിത കാണാതെ പറയുന്നതൊന്നുമല്ല. കംപ്ലീറ്റ് മാറ്റണം. ഞാൻ വിദ്യാഭ്യാസത്തിനെ പറ്റി മാത്രം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിലറ്റത്തൊന്ന് പറയാം. ഇതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിപ്പോ ഈ ജനറൽ ആയിട്ട് നിങ്ങൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഈ സിനിമ എടുക്കുന്നവരെ സിനിമയ്ക്കകത്തൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അത്രയും എളുപ്പത്തിൽ ഒരിക്കലും ഈ പറയുന്ന ക്ലാസ് റൂമിനകത്ത് പറഞ്ഞാൽ ആർക്കും ഒന്നും ഒരു ബോറടിച്ച് ചത്തുപോകത്തേ ഉള്ളൂ. കഥ പറയുകയും പാട്ട് പാടുന്ന അധ്യാപകരുടെ മുന്നിൽ ക്യാമറ വെച്ചപ്പോഴാണ് അതെങ്കിലും കാണാൻ കുട്ടികൾ പോയപ്പോഴാണ് അതാണ് ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് വിചാരിക്കുന്നത്. അങ്ങനെയല്ലത്. ആർട്ടിക്കിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് സ്ക്രീനിനകത്ത് ആർട്ടിക്ക് കാണാൻ പറ്റും. വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. നിങ്ങളുടെ തലയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ തണുപ്പ് അനുഭവിക്കുന്നിടത്ത് എത്തിപ്പോകും. നിങ്ങൾക്ക് ഒരു മൃഗത്തിനെ തൊട്ട് പഠിക്കാൻ പറ്റുന്ന ലെവലിൽ പഠിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഓൺലൈൻ വിദ്യാഭ്യാസം. ഡോക്യുമെന്ററികളാണ് ഓൺലൈൻ വിദ്യാഭ്യാസം. സിനിമയാണ് ഓൺലൈൻ വിദ്യാഭ്യാസം. അല്ലാതെ ഈ അധ്യാപകർ ഇരുന്ന് കാണാതെ പഠിപ്പിച്ച് സിലബസ് ഇതൊന്നുമില്ല. അധ്യാപകരെ വേണ്ട. അധ്യാപകരെ വേണ്ട എന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ ഉള്ളവരുടെ തൊഴിൽ കളയുന്നതിന് വേണ്ടി ഞാൻ മിണ്ടുന്നു എന്ന് പറയാൻ മനസ്സിലാക്കരുത്. പുതിയ രീതിയിൽ ഈ വിഷയങ്ങൾ മനസ്സിലാക്കിക്കാനും പഠിപ്പിക്കാനും അവർ പഠിപ്പിക്കുക പോലും അല്ല വേണ്ടത്. കുട്ടിയിൽ എന്തുണ്ട് എന്ന് കണ്ടെത്താനുള്ള ഗൈഡ്സ് ആണ് ഉണ്ടാകേണ്ടത്. അവരിൽ എന്താണ് ഒരു കുട്ടിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കണ്ടെത്താനും അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന നിലവാരത്തിൽ എന്ത് തരത്തിലാണ്. അതുകൊണ്ടാണ് ഒരു ക്ലാസ് റൂമിലേക്ക് കടന്നു വരുന്ന കുട്ടിയിൽ പ്രധാനമാണ് വിദ്യാഭ്യാസം. അല്ല ആർക്കെങ്കിലും വേണ്ടി കുറച്ച് പേർക്ക് മാർക്ക് കൊടുത്ത് കുറച്ച് പേരെ എടുത്ത് ബാക്കിയുള്ളവരെ കളഞ്ഞിട്ട് അവരുടെ ജീവിതം എന്താണെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്ന ലോകമല്ലത്. അതൊക്കെ ബ്രിട്ടീഷുകാരുടെ സാധനങ്ങളാണ്. ഇതൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് മനസ്സിലാക്കാനാണ്. ഇപ്പൊ ക്ലാസ് റൂം എന്ന് പറയുന്നതിനകത്ത് ഒരു കുട്ടി കടന്നു വരുമ്പോൾ ആ കുട്ടിയിൽ എന്തെല്ലാം സാധ്യത കഴിഞ്ഞാൽ നമ്മൾ വഴുതനങ്ങയാണോ വെണ്ടയ്ക്കയാണോ പപ്പായാണോ എന്തുവാണോ നമ്മൾ കുഴിച്ചിടുന്നത് അനുസരിച്ചിട്ടാണല്ലോ കിളിക്കുന്നതിനെ നർച്ചർ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഇതുപോലെ ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. ഒരാളെ പോലെ ഒരാൾ ലോകത്തില്ല. അപ്പൊ ആ കുട്ടിയിലുള്ള സാധ്യതകൾ അനാവരണം ചെയ്യുന്നതിന് എന്ത് തരത്തിലാണ് ചെയ്യേണ്ടതെന്ന് പഠിക്കുന്നതും അതിനുവേണ്ടി അപ്പോൾ ഒരു കൗൺസിലർ കുട്ടികൾ തമ്മിലുള്ള ബന്ധത്തിനകത്ത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുകയോ കുത്തുകയോ ഒക്കെ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കൗൺസിലിംഗ് സ്ഥലം വേണം. അതേപോലെ തന്നെ ഇവരിലുള്ള പൊട്ടൻഷ്യൽ തിരിച്ചറിയാൻ കഴിയുന്നുള്ള കാര്യത്തിൽ അവരുടെ പ്രശ്നങ്ങളെയും അവരുടെ കാര്യങ്ങളെയൊക്കെ അറിയുന്ന നിലവാരത്തിലുള്ള ഒരു ഗൈഡ് വേണം. ഈ എന്തായിരിക്കണം ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളെ ഒരു ക്ലാസ്സിനകത്ത് ഒരു 15-20 പേരിൽ കൂടുതൽ ഒരിക്കലും ഉണ്ടായിക്കൂടാ. 3 പേരും വേണം. നിങ്ങൾക്ക് ഒരു കുട്ടിയെ തന്നെ ഒരു വീട്ടിൽ വളർത്തുമ്പോൾ അറിയുന്നേ. മറ്റേത് അടിച്ചമർത്തി വടി വെച്ച് പേടിപ്പിച്ചൊക്കെ ഇരുത്തിയാണ് ഈ കുട്ടിയെ അങ്ങനെയല്ലത് ചെയ്യേണ്ടത്. ഒരു ക്ലാസ്സില് ഇത്രയും കുട്ടികളെ ഒരേ പ്രായത്തിലുള്ള കുട്ടികളെ ഒരു ക്ലാസ് റൂമിൽ എത്തിക്കുന്നതൊക്കെ ജോലിക്കാരെ ഉണ്ടാക്കാനാണ്. കുട്ടികൾ ജനിക്കുന്നത് എങ്ങനെയാണ്? ഒന്നിച്ചാന്നോ ജനിക്കുന്നത്? അല്ലല്ല. പലതരത്തിലുള്ള പ്രായത്തിലുള്ളവരല്ലേ ഒരു വീട്ടിനകത്ത് ജനിക്കുന്നത്. അവരെല്ലാവരും തമ്മിൽ പഠിക്കാൻ പറ്റും. നിങ്ങളുടെ മൂത്ത ആള് അല്ലെങ്കിൽ ഇളയ ആളിനെ നിങ്ങൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് അവർ പഠിക്കും. പല പ്രായത്തിലുള്ള ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുക, ഒരു കുഴപ്പമില്ല. അല്ലാതെ 6 വയസ്സിൽ അങ്ങോട്ട് ക്ലാസ്സിൽ കയറ്റുകയൊന്നും അല്ല വേണ്ട. ഇതൊക്കെ തെറ്റിച്ചൊക്കെ ചെയ്യുന്നത് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഇതൊക്കെ 15 പേരോ അല്ലെങ്കിൽ 20 പേരൊക്കെ ഉള്ള ഞാൻ സോഷ്യലൈസ് ചെയ്യാൻ വേണം. കളിക്കാനും കൂട്ടുകൂടാനും ആണ് ശരിക്കും പറഞ്ഞ ക്ലാസ് റൂം. ക്ലാസ് റൂം എന്ന് പറയുന്നത് കളിക്കാനാണ്, കൂട്ടുകൂടാനാണ്, പരസ്പരം അറിയാനാണ്. അതിനാണ് ക്ലാസ് റൂം. പഠിക്കുക എന്ന് പറയുന്നത് വേറെ വലിയൊരു ക്യാൻവാസിൽ ചെയ്യപ്പെടേണ്ടതാണ്. അതിന് നമുക്ക് ഇന്നത്തെ എല്ലാ മീഡിയയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഇന്റർനെറ്റൊക്കെ വന്ന കാരണം കൊണ്ട് ലോകവ്യാപകമായ അറിവ് വന്നിട്ടുള്ള അതൊക്കെ എവിടെയാണ് എങ്ങനെ സെർച്ച് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നവരാണ് വേണ്ടത്. അല്ലാതെ ഇന്റർനെറ്റ് കയറെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ. നമ്മളെന്തോ പറയുന്നതൊക്കെ പഠിക്കാനായിട്ട് വ്യാപകമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പലതരത്തിൽ. അതുകൊണ്ടാണ് വെർച്വൽ റിയാലിറ്റി ഒക്കെ ഉപയോഗിക്കേണ്ടതാണ്. അതിൻ്റെ ക്ലാസ് റൂം സിലബസ് ഉണ്ടാക്കാനായിട്ട് സിനിമാക്കാരെയാണ് വിളിക്കേണ്ടത്. സിനിമ കാണാൻ നമ്മൾ 2 മണിക്കൂർ നേരം നമ്മൾ ഇങ്ങനെ ഇരുന്ന് പോകത്തില്ലേ? കാരണം അത്രത്തോളം നമ്മുടെ എല്ലാ സെൻസസിനെയും പിടിക്കാനുള്ള കഴിവുള്ളവരായിട്ട് അവരത് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. സിനിമ കാണരുതെന്ന് പറയാനാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം സിനിമയ്ക്കകത്തൂടെ 1000 കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും. അതുപോലെ എടുക്കാനാണ് പഠിക്കേണ്ടത്. അതാണ് വിദ്യാഭ്യാസം. മറന്നു പോകത്തേ ഇല്ല. അതുകൊണ്ടാണ് സിനിമാക്കാരെ വിളിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്, ഈ സിലബസ് ഉണ്ടാക്കേണ്ടത്.
ക്ലാസ് റൂമിൽ നിന്ന് കുട്ടികൾ സ്കൂളിൽ വരുന്നതിന് മടിക്കത്തേ ഇല്ല. ഉം. കാരണം അത്രത്തോളം എല്ലാ സെൻസസും നമ്മളാകെപ്പാടെ നമ്മുടെ കണ്ണും കാതും മാത്രമാണ് ഇപ്പൊ ഉപയോഗിക്കുന്നതിന് ഈ ക്ലാസ് റൂമുള്ളത്. ബാക്കി സെൻസസ് എന്താ നമ്മൾ ഉപയോഗിക്കാത്തത്? ഏതെങ്കിലും ഒരു എന്താണ് കാപ്പിപ്പൊടി എടുത്ത് മണത്ത് അറിയാനായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്? നമ്മുടെ മൂക്കെന്താ, അവർക്കെന്താ ഒരു പ്രാധാന്യം ഇല്ലാത്ത എന്താ? കാരണം അതൊന്നും അങ്ങനെയൊന്നും ആലോചിച്ചിട്ട് പോലും ഇല്ല. സെൻസസ് വളരെയധികം വികസിപ്പിക്കുക എന്ന് പറയുന്നതാണ് ആവശ്യം. ഇത് അക്ഷരം എഴുതുന്നതിന് മുമ്പ് കാണാതെ പഠിക്കുന്നതിന്, അക്ഷരം ഉണ്ടാകുന്നതിന് മുമ്പുള്ളൊരു ശീലമാണ് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത്. അത് ഈ അക്ഷരം പഠിച്ചിട്ടും പുസ്തകത്തിനകത്തുനിന്ന് കാണാൻ പഠിക്കുക. എന്തിനാ പുസ്തകത്തിനകത്തുനിന്ന് കാണാൻ പഠിക്കേണ്ട ആവശ്യം എന്താ? പുസ്തകം എടുത്ത് നോക്കിയാ പോരെ. ഇതെന്തിനാ കാണാതെ പഠിക്കണ്ടേ? കാണാതെ പഠിക്കുന്നത് പണ്ടുണ്ടായിരുന്ന, അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അസംബന്ധമാണ് സ്കൂളല്ല. ആ ലെവലിൽ നമ്മൾ ആലോചിച്ചാലേ. ഇപ്പൊ നമ്മള് സിനിമയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഓരോ കുട്ടികൾക്കും ഓരോ സ്കില്ലിലേക്കായിരിക്കുമല്ലോ വളരേണ്ടത്. അവർക്ക് തന്നെ ചിലപ്പം ചെറുപ്പത്തിൽ അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് അവരിലുള്ള സാധ്യതകൾ അന്വേഷിക്കുന്ന ഇടമാണ് ക്ലാസ് റൂം എന്ന് ഞാൻ പറഞ്ഞത്. ഈ കുട്ടിയിൽ എന്താണുള്ളത്, അത് എത്രത്തോളം പരിപോഷിപ്പിക്കാൻ പറ്റും എന്ന് പറയുന്ന എക്സർസൈസ് ആണ് ക്ലാസ് റൂമിൽ നിന്നാണ്. ക്ലാസ് റൂം അല്ല ഈ സ്കൂളിംഗ് കൊണ്ട് നടക്കണം. സ്കൂളിൽ ഒരു കെട്ടിടമല്ല എനിക്ക് സ്കൂള്, ഒരു കാലഘട്ടമാണ്. അതൊരു 2 വയസ്സ് 3 വയസ്സിൽ ഞാൻ കുഞ്ഞ് വീട്ടിനകത്ത് നിന്ന് പുറത്തോട്ട് ഇറങ്ങി കൂടണമെന്ന് ആലോചിക്കും. ഒരു 3 വയസ്സ് 2 വയസ്സിനകത്ത് തുടങ്ങും. ഈ നമ്മൾ നഴ്സറി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുമ്പോൾ തൊട്ട് വിദ്യാഭ്യാസമാണ്. അപ്പം തൊട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഈ കുഞ്ഞിൽ എന്താണുള്ളത് എന്നുള്ള അറിവുള്ളവർ. ഇപ്പൊ നമ്മൾ അംഗനവാടിയിൽ ഒരു വിഷയം അറിഞ്ഞുകൂടാതെ പാവം പിടിച്ച ആൾക്കാരെയാണ് ഏൽപ്പിക്കുന്നത്. അവരവിടെയൊക്കെ നോക്കാനായിരുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ഈ കുഞ്ഞിനെ അറിയാനായിട്ട് കഴിവുള്ള ഏറ്റവും PhD ഉള്ളവരാണ് അവിടെ വരേണ്ടത്. കുട്ടികളെ എന്ത് തരത്തിലാണ് കണ്ടെത്താൻ, കുട്ടിയിൽ എന്തുണ്ട് എന്ന് കണ്ടെത്താൻ അറിവുള്ളവരാണ് അംഗനവാടിയിൽ ഇരിക്കേണ്ടത്. അവരുടെ ഗൈഡൻസിലാണ് അടുത്ത ഇത് മുമ്പോട്ട് പോകേണ്ടത്. അപ്പൊ ക്ലാസ് റൂം എന്ന് നമ്മൾ പറയുന്നത് പഴയ പോലെ ഈ ഫാക്ടറിയാണ് പഴയ ക്ലാസ്. എല്ലായിടത്ത് വണ്ടിക്കകത്ത് കൊണ്ടുപോയി ജോലിക്കാരെ ഇടുന്ന പോലെയാണ് ഈ ക്ലാസ് റൂം ഇടുന്നത്. അതിനകത്ത് കുറച്ച് പേരെ എടുത്ത് പരീക്ഷയ്ക്ക് പരിശോധിച്ച് നോക്കി ബാക്കിയുള്ളവരെ കളയുന്നു. അവർ പിന്നെ എന്തോ ചെയ്യുന്നു എന്നുള്ള കാര്യം ആർക്കും അറിഞ്ഞൂടാ. അവരെ പറ്റി ആരും അന്വേഷിക്കുന്നില്ല. ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഒക്കെ ഉണ്ടാക്കും. കാരണം പണ്ട് ജാതി അനുസരിച്ചിട്ടാണ് ആൾക്കാരെ ഇരുത്തിയിരുന്നത്. അല്ല പഠിക്കുന്നവർ മുന്നേ ഇരിക്കുകയും ബാക്കിയുള്ളവർ പുറകെ ഇരിക്കും എന്നുള്ളതല്ല. പഠിക്കാത്തവരെന്ന് പറയുന്നത് ദരിദ്രരായ ആൾക്കാരും ജാതിയിൽ പുറകിലായിരുന്ന ആൾക്കാർ ഇരിക്കുന്ന സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് ബാക്ക് ബെഞ്ച് ഉണ്ടായത്. എന്തിനാണ് അങ്ങനെ വരുന്നത്? ആണിനെയും പെണ്ണിനെയും തരം തിരിച്ചു വയ്ക്കുക, ഇതെല്ലാം ചെയ്യുന്നില്ലേ? വിവേചനമുള്ള സ്ഥലമാണ് ക്ലാസ് റൂമൊക്കെ. 10 ബില്യൺ വയസ്സാകുമ്പോൾ സൂര്യൻ റെഡ് ജയന്റ് എന്ന് പറയുന്നതായിട്ട് മാറും. അത് ഇപ്പോൾ വലുതാകും, വീർക്കുക ചെയ്യുന്നത്. വീർത്താൽ ഈ ഭൂമിയോളം അടുത്ത് വരും. ഭൂമിയിൽ ഈ വായുവെല്ലാം അതിൻ്റെ സോളാർ ഫ്ലെയർ കൊണ്ട് തന്നെ പറന്നു പോകും. ഇതിനകത്തുണ്ടാകുന്ന നക്ഷത്രങ്ങൾ മുഴുവൻ കത്തി അണഞ്ഞു പോകും. അണഞ്ഞു പോയിട്ട് ഇരുണ്ട ഒരു പ്രപഞ്ചമായിട്ട് മാറും. മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാതിരിക്കുന്ന പറയുന്നവർക്ക് അത് അറിഞ്ഞൂടാത്തുണ്ട്. ആരെങ്കിലും വീട് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറയേണ്ട കാര്യം എന്ത്? പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒക്കെ ചോദിക്കും. കാണുമ്പോൾ ഈ പേട്ട് പിള്ളേരെ കാണുമ്പോൾ. പക്ഷെ അതിലൊരു പ്രിവിലേജ് കൂടി മൈത്രേന് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതായത് സാമ്പത്തിക ഭദ്രതയെ പറ്റി ചിന്തിക്കേണ്ടാത്ത ഒരു കാലമായിരുന്നു അത്.